വാർത്തകളാണ് നിങ്ങൾ ആസ്വദിച്ച് പ്രിയപ്പെട്ടവർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്കിനി ഓൺലൈൻ വാർത്തകളും വിശേഷങ്ങളിലേക്ക് പോകേണ്ട സമയമാണ്. ഷെമീന നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെമീന, സ്വാഗതം. താങ്ക് യു ഷിലിൻജി. എല്ലാവർക്കും നമസ്കാരം. ദിനപത്രങ്ങളിലൂടെയുള്ള വാർത്താ പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈൻ വാർത്തകളുമായി ഞാൻ ഷമീന, തിരുവനന്തപുരത്ത് നിന്നും. വാർത്തകളിലേക്ക്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും സർക്കാരും ഇസ്രായേലിനേക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയെ ആണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ എത്തി. പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്ന ജോ ബൈഡനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ഹസ്തദാനം ചെയ്താണ് ബൈഡൻ ട്രംപിനെ സ്വീകരിച്ചത്. അടുത്ത വർഷം ജനുവരി 20-ന് സമാധാനപരമായ അധികാര കൈമാറ്റം ഇരു നേതാക്കളും രാജ്യത്തിന് ഉറപ്പു നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2020-ൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപും ബൈഡനും ഇതാദ്യമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും 30 വയസ്സ് തികയുമ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്ന വിവാദ പ്രസ്താവനയുമായി ജപ്പാനിലെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് നവോക്കി ഹയാകുട്ട. ജപ്പാനിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും വാർദ്ധക്യത്തിലേക്ക് എത്തിയതുമൂലം ജനന നിരക്ക് ഉയർത്തുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് നവോക്കി ഹയാകുട്ടയുടെ ഈ വിവാദ പരാമർശം. 18 വയസ്സായ പെൺകുട്ടികൾക്ക് സർവകലാശാല വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം പരിമിതപ്പെടുത്തണമെന്നും 18 വയസ്സിന് ശേഷം വിവാഹത്തിലും കുട്ടികളെ ജനിപ്പിക്കുന്നതിലും ആയിരിക്കണം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുമായിരുന്നു മറ്റൊരു വാദം. കൂടാതെ 25 വയസ്സിന് മുൻപായി സ്ത്രീകൾ നിർബന്ധമായി വിവാഹം കഴിക്കണമെന്നും 25 വയസ്സിന് ശേഷം സ്ത്രീകൾ വിവാഹിതരാകുന്നത് നിരോധിക്കണമെന്നും പാർട്ടി നേതാവ് അഭിപ്രായപ്പെട്ടു. CISFന്റെ ആദ്യ വനിതാ ബറ്റാലിയന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. CISFന്റെ ആദ്യ ഓൾ വിമൺ ബറ്റാലിയൻ സ്ഥാപിക്കാൻ മോദി സർക്കാർ അംഗീകാരം നൽകിയതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പരിശോധന. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. പാൽക്കറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തിയപ്പോഴാണ് ഷിൻഡെ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനെതിരെ ആരോപണവുമായി കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജീവ് റോയ്. കേസിൽ തന്നെ കുടുക്കിയതാണെന്നും ഗൂഢാലോചനയ്ക്ക് പിറകിൽ വിനീത് ഗോയലാണെന്നും ഇയാൾ ആരോപിച്ചു. വിനീത് ഗോയൽ മാത്രമല്ല, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ടെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആർട്ടിക്കിൾ 370, മുസ്ലിം സംവരണം, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണം. ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്നാലും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയ്ക്ക് എതിരെയും അമിത്ഷാ ആഞ്ഞടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായും വഖഫ് നിയമം ഭേദഗതി ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 17 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഗർഭിണിയായ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി. കഴിഞ്ഞ ദിവസം നാദാപുരം കല്ലാച്ചിയിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ചിയൂർ താനമഠത്തിൽ ഫൈസലിനെയാണ് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ അറസ്റ്റ് ചെയ്തത്. ഫോർട്ട് കൊച്ചിയിൽ വിദേശ സഞ്ചാരി കാനയിൽ വീണ സംഭവം കേരളത്തിന് നാണക്കേടെന്ന് ഹൈക്കോടതി. പുറം ലോകം കേരള ടൂറിസത്തെക്കുറിച്ചും കൊച്ചിയെയും പറ്റി എന്ത് കരുതുമെന്ന ചോദ്യമുയർത്തിയ കോടതി സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അടിക്കടിയുള്ള 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയം സർക്കാർ ഇടപെട്ട് ഉടൻ പരിഹരിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കരാർ നൽകിയിരിക്കുന്ന സ്ഥാപനവും കരാർ എടുത്തിരിക്കുന്ന ഏജൻസിയും തൊഴിലാളികളും തമ്മിലുള്ള ഒരു തർക്കമായി മാത്രം ഈ വിഷയത്തെ വിടാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ വിഷയം അടിയന്തര ആംബുലൻസ് സേവനങ്ങളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്നതാണെന്നും കോടതി വിലയിരുത്തി. കൊടകര കള്ളപ്പണക്കേസ് 8 അംഗ സംഘം അന്വേഷിക്കുമെന്ന് DGP ഉത്തരവിറക്കി. കൊടകര ദേശീയപാതയിൽ വെച്ച് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 3.5 കോടി രൂപ ക്രിമിനൽ സംഘം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കേസ്. ഇത് BJP തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു ഉയർന്ന ആരോപണം.
സംസ്ഥാനത്തെ പ്രമേഹ രോഗ നിയന്ത്രണ പദ്ധതികളെ ശാക്തീകരിക്കുന്നതിന് 1 വർഷം നീണ്ടുനിൽക്കുന്ന സംയോജിത തീവ്ര യജ്ഞ പരിപാടി നടപ്പിലാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ലോക പ്രമേഹ ദിനമായ നവംബർ 14 തുടങ്ങി അടുത്ത വർഷത്തെ പ്രമേഹ ദിനം വരെ നീളുന്നതാണ് പദ്ധതി. ചികിത്സിക്കുന്നതിന് ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവുമാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിമാരും ജുഡീഷ്യൽ ഓഫീസർമാരും ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിനെതിരെ കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ രംഗത്ത്. ലോയേഴ്സ് ന്യൂസ് നെറ്റ്വർക്ക് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനെതിരെയാണ് ചീഫ് ജസ്റ്റിസിന് അഭിഭാഷക അസോസിയേഷൻ പരാതി നൽകിയത്. സർക്കാർ അഭിഭാഷകരടക്കം ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജഡ്ജിമാർ കൂടി ഭാഗമാകുന്നത് അനുചിതമാണെന്നാണ് അഭിഭാഷക അസോസിയേഷന്റെ വാദം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അനുമതിയില്ലാതെ ആനകളെ കൊണ്ടുവരാനാകില്ലെന്ന് ഹൈക്കോടതി. ആനകളുടെ ദുരിതവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷണം. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച മാർഗരേഖ പുറത്തിറക്കുമെന്നും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമായിരിക്കും മാർഗരേഖ ഇറക്കുക എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഔദ്യോഗിക ഭരണരംഗത്ത് ടിയാൻ എന്ന പദത്തിന് സ്ത്രീലിംഗമായി ടിയാരി എന്ന് ഉപയോഗിക്കരുതെന്ന് നിയമവകുപ്പ് ഉത്തരവിറക്കി. ഭാഷാ മാർഗനിർദ്ദേശ വിദഗ്ധ സമിതിയുടെ യോഗ തീരുമാനമാണ് ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നത്. മേൽപ്പടിയാൻ അല്ലെങ്കിൽ പ്രസ്തുത ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ടിയാൻ എന്നതിന്റെ സ്ത്രീലിംഗമായി ടിയാൾ എന്നതിനു പകരം ടിയാരി എന്ന് ഉപയോഗിക്കുന്നത് അനുചിതമാണെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയ കേരള, കാലിക്കറ്റ് സർവകലാശാലകളുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാക്കി KSU. സമരപരിപാടികളുടെ ഭാഗമായി കേരള, കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ ഇന്ന് പഠിപ്പ് മുടക്കൽ സമരം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. 4 വർഷ ബിരുദ കോഴ്സുകളിൽ നിലവിൽ വരുമ്പോൾ 3ഉം 4ഉം ഇരട്ടിയായാണ് ഫീസ് വർധന ഉണ്ടായിരിക്കുന്നതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വോട്ടിംഗ് ശതമാനത്തിലാണെന്ന് ആശങ്കയെന്നും PV അൻവർ MLA. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് 3 ദിവസം മുമ്പ് KPCC പ്രസിഡന്റിനെ അറിയിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു വാർത്ത കൂടി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം TV പ്രശാന്തിന്റെ മൊഴിയെടുത്തു. നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തന്റേത് തന്നെയാണെന്നും പരാതിയിലെ ഒപ്പും ലീഗ് അഗ്രിമെന്റിലെ ഒപ്പും തന്റേത് തന്നെയാണെന്നും തനിക്ക് 2 ഒപ്പുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്റെ വാർത്താവായന കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഓവർ ടു ഷിലിൻജി. താങ്ക് യു വെരി മച്ച് ഷമീന. പ്രാധാന്യമുള്ള നിരവധി വാർത്തകളിൽ സംബന്ധം. ഇന്ന് ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ്